ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ആടിൻ്റെ കാല് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരാടിൻ്റെ 4 കാലുകളാണ്. അത് ചെറുതാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പണ്ട് കാലത്ത് അമ്മ ഒക്കെ സൂപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയുടെ അച്ഛന് വേണ്ടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മുടെ കാലിൻ്റെ കടച്ചിലും വേദനയും കോച്ചിപ്പിടുത്തവും എല്ലാം മാറുന്നതിനും ദേഹത്തിനും കാലിനും നല്ല ശക്തി കിട്ടുന്നതിനും വേണ്ടിയാണ് ഇത് ഉണ്ടാക്കി കുടിക്കാറുള്ളത്. ഇത് അടുപ്പിച്ച് ഒരാഴ്ച കുടിച്ചാൽ നല്ലതാണ്. ഈ സൂപ്പ് വെക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മളിത് ഉണ്ടാക്കുന്ന അടുപ്പിൽ വെച്ച് മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കലത്തിൽ ഒരു 15 ഗ്ലാസോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ വേവിച്ചെടുക്കാം. ഈ സൂപ്പിലേക്ക് വേണ്ടി നമുക്ക് ഒരരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് കുരുമുളക്, ജീരകം, കടുക്, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം. ഒരു 2.5 മണിക്കൂറൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിട്ടതിന് ശേഷം കുറച്ച് നേരം വറ്റിച്ചെടുത്ത് ഒരു 2 ഗ്ലാസ് ആവുന്നവരെ വറ്റിച്ചെടുക്കണം. ഈ സോപ്പ് 3 നേരത്തേക്ക് കുടിക്കാനുണ്ടാവും. രാവിലെ ഇത് അടുപ്പത്തിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതാവും. 6 മണിക്ക് മുന്നേ കുടിക്കണം. രാവിലെ വെറും വയറ്റിൽ പിറ്റേ ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിക്കാം. ഈ സൂപ്പ് കുട്ടികൾക്ക് കൊടുക്കാറില്ല. ഇപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നെയ്യൊക്കെ കിടക്കുന്ന കാണുന്നുണ്ടോ? പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉള്ളി വറുത്തിടാം. നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുത്തിടാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത്. ചെറിയുള്ളിയാണ് ഉപയോഗിക്കേണ്ടത്. ചെറിയുള്ളി നല്ലോണം ചുവക്കെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.